ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചെടുത്തത്, പിന്നെ വെളിച്ചെണ്ണ. ഇത് ഓലമീൻ അച്ചാറുണ്ടാക്കാൻ. ഇത് വെളിച്ചെണ്ണയിൽ വറുത്തെടുത്തത്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് വിനാഗിരി, ഉപ്പിട്ടിട്ട് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചത്. ശരിക്കും നന്നായിട്ട് പെരക്കിയെടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചത്. അത് കഴിഞ്ഞിട്ട് വറുത്ത് വെച്ചത്. ഇത് വറുത്ത വെളിച്ചെണ്ണ. പക്ഷെ ഞാൻ ഇത് എടുക്കുന്നില്ല, പുതിയ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തന്നെ ഉണ്ടാക്കാൻ പോകുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കടുക്, ഉലുവ പൊടിച്ചത് ഇട്ട് കൊടുക്കണം. കടുക് ഇട്ട് കൊടുത്ത് കടുക് പൊട്ടി വരുമ്പം കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക. ഞാൻ പൊടിച്ച് വെച്ച ഉലുവയാണ്, വറുത്ത് പൊടിച്ച ഉലുവ. ഉലുവ പൊട്ടി കഴിയുമ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞതാണ്. അപ്പോൾ അതെല്ലാം 100 ഗ്രാമാണ്. 2 കിലോ മീനിൽ 100 ഗ്രാം. 3 ഒരേ അളവിലെടുത്തതാണ്. ശരിക്കും പൊരിഞ്ഞ് വരുന്നവരെ ഇളക്കി കൊടുക്കാം. നല്ല പച്ചമണമെല്ലാം മാറി നല്ലോണം പൊരിഞ്ഞ് വരണം. അപ്പം അച്ചാർ കേടാകാതെ കുറച്ച് നാൾ നിൽക്കും. ഇപ്പോൾ ഗ്യാസിൻ്റെ എല്ലാം കുറവായതുകൊണ്ട് അടുപ്പിലാണ് ഉണ്ടാക്കുന്നത്. പൊടിയിടുമ്പോൾ തീയൊന്ന് വലിച്ചു കൊടുത്താൽ മതി. അടുപ്പിലുണ്ടാക്കുന്നവർ മുളക് പൊടി സംഭവം ഇടുമ്പോൾ തീ ഒന്ന് കുറച്ച് വലിച്ച് മാറ്റി കൊടുത്താൽ മതി. മീനച്ചാർ കഴിഞ്ഞിട്ട് എനിക്കൊരു മാങ്ങ അച്ചാറിൻ്റെ ഓർഡർ ഉണ്ട്. അപ്പോൾ മീനച്ചാർ കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ മാങ്ങ അച്ചാർ ഇട്ട് കാണിച്ചു തരാം. മാങ്ങയെല്ലാം മുറിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഈ അച്ചാർ കുറച്ച് 2 ദിവസം കഴിഞ്ഞിട്ട് ഇടുന്നുള്ളൂ. ചെറുതായിട്ട് കളർ വ്യത്യാസം വരുന്നുണ്ട്. നന്നായിട്ട് കളർ നല്ല ചുവന്ന് വരണം. അതുവരെ ഇളക്കി കൊടുക്കുക. പിന്നെ ഗ്യാസില്ലാന്ന് വിചാരിച്ച് നമ്മളെ ഓർഡേഴ്സൊന്നും കളയാൻ പറ്റില്ലല്ലോ. അപ്പം എല്ലാവരും ഗ്യാസില്ലാത്തവരും അടുപ്പിലെല്ലാം ഉണ്ടാക്കി ഒന്ന് ശീലിച്ച് നോക്ക്. ശരിക്ക് പൊരിഞ്ഞ് വരുന്നുണ്ട്. അപ്പം നമ്മൾ തിരക്കില്ല പണി ഉണ്ടാകുമ്പോൾ ഗ്യാസിൽ ചെയ്യും. സമാധാനം കൊടുക്കേണ്ട പണിയാകുമ്പോൾ അടുപ്പിൽ ചെയ്യും. അപ്പോൾ തിരക്കിട്ടിട്ട് നമുക്ക് വേറെ പണി വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പെട്ടെന്ന് അടുപ്പിൽ കത്താനെല്ലാം ബുദ്ധിമുട്ടാകുന്നതുകൊണ്ട് അത് ഗ്യാസ് ചെയ്യും. അപ്പോൾ നമ്മൾ ഗ്യാസ് കുറ്റി ഒളിച്ചിരിക്കുന്നുണ്ട് ഇവിടെ. നമ്മൾ അച്ചാർ മാത്രമല്ല ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ബിരിയാണീൻ്റെ ഒരു ഓർഡർ ഉണ്ട്. അപ്പോൾ ഉള്ളിയെല്ലാം ഉരിഞ്ഞ് വെക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിലാണ് അച്ചാറാക്കാൻ പോയത്. അപ്പോൾ ശരിക്കും ചുവന്ന് വന്നിട്ടുണ്ട്. ഇനി മുളക് പൊടി, മഞ്ഞൾപ്പൊടി. അപ്പോൾ തീനെല്ലാം എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ അച്ചാർ പൊടി, കായപ്പൊടി, പിന്നെ കുറച്ച് ജീരക മിക്സ് ഇട്ട് കൊടുക്കണം. 2 ജീരകവും പൊടിച്ചത്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അച്ചാർ പൊടി ഇട്ട് കൊടുത്ത്, കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുത്ത്, 2 ജീരകവും പൊടിച്ചത് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. അപ്പം നല്ല മണം വരുന്നുണ്ട്. ഇനി വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. ഉപ്പ് കുറേ അധികം വേണ്ട, മീനായതുകൊണ്ട്. മീനാണ് പുളിയില്ല. വിനാഗിരിക്ക് അനുസരിച്ച് കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. പിന്നെ മീൻ വറുക്കുമ്പോൾ നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. വിനാഗിരി ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട്. ശരിക്കും തിളച്ച് വന്നിട്ടാകുമ്പോൾ മീനിട്ട് കൊടുക്കുക. പിന്നെ മീനിട്ട് ഇളക്കി കൊടുക്കുക. നമ്മളെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ നമ്മൾക്ക് ബർത്ത്ഡേ കേക്ക് ഉണ്ട്, സ്നാക്സ് ഉണ്ട്, ബേക്കറിയിലേക്കെല്ലാം എല്ലാ ഓർഡേഴ്സും സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.